ഹലോ ഫ്രണ്ട്സ്, ഹൈ വാണ്ടർലസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക്, പുത്തൻ വർണ്ണക്കാഴ്ചയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു അടിപൊളി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇന്ന് നമ്മൾ വന്നു നിൽക്കുന്നത് മുണ്ടക്കയത്തുള്ള മുതുകോരമല എന്ന് പറയുന്ന ഒരു വലിയൊരു മലയുടെ ഏറ്റവും മുകളിൽ ഇതുപോലെ ഒരു മൺവീടുണ്ട്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് മനോജ് സാറിൻ്റെ ഫാം ഹൗസാണ്. അപ്പോൾ ഇതിലെ കാഴ്ചകളും കാഴ്ചാവിശേഷങ്ങളുമാണ് ഇന്ന് കാണുന്നത്. ഇന്നത് അകലേക്ക് കാണുന്നത് ഒരുപാട് വലിയ മലകളും പർവ്വത നിരകളുമാണ്. ഇതിൻ്റെ ഒരുപാട് മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു വല്ലാത്ത എന്താ പറയുന്നത്, പറയാനറിയില്ല, ഒരു ഫീല്, ഒരു ഒടുക്കത്തെ വൈബാണിത് ഈ കാഴ്ച. നമ്മൾ പണ്ടൊരു യാത്ര വന്നിരുന്നു ഉറുമ്പിക്കര. ആ ഉറുമ്പിക്കരയാണ് ഈ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ കുറേ ദൂരെ താഴെയാണ്. ഞാൻ ആദ്യമേ ഇവിടെ എത്തി. കാരണം ഞങ്ങൾ പല വഴിക്കാണ് വന്നത്. അതുകൊണ്ട് ഞാൻ മാത്രം ആദ്യമേ ഇവിടെ ഒറ്റപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഇവിടെ ഈ മലയുടെ മുകളിൽ ഒരു അസ്തമയത്തോടനുബന്ധിച്ച് മലകളിൽ നിഴല് വീടുന്നൊരു കാഴ്ചയുണ്ട്, ഒരു പ്രതിഭാസം. അതെനിക്ക് കാണാൻ കഴിഞ്ഞു. അത് ഇപ്പോൾ നിങ്ങളിലേക്ക് വരാം. കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിന്ന് മുതുകോരമലയിലേക്ക് ഈ വൈകുന്നേരം ഒരു ട്രക്ക് ചെയ്യുകയാണ്. ഒരു ചെറിയൊരു യാത്രയാണ് കേട്ടോ. പക്ഷെ 900 കണ്ടിയെ കഴിഞ്ഞും നല്ല സാധനം ഇതാണ്. കന്യാകുമാരി അത് മറ്റേ വലിയ സാധനം വള്ളുവർ. ഈ ട്രക്ക് എഴുതുന്നത് ഒരു ഏകദേശം ഒരു 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഇത് ഒരു ചെറിയൊരു ട്രക്കിംഗ് ആണ്. നമുക്ക് രാത്രിയാണ് ഇതിൻ്റെ മുകളിലേക്ക് എത്തുകയുള്ളൂ നമ്മൾ. അതുപോലെ തന്നെ വളരെ ദുർഘടമായിട്ടുള്ള ഒരു വഴിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പോകുന്നതൊക്കെ മനോജ് സാറിൻ്റെ റിസോർട്ടിൻ്റെ ഒരു ഭാഗങ്ങളാട്ടോ. അതെല്ലാം പുതിയ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഭാഗങ്ങളാണ്. ഏപ്പാടൊക്കെ അടിച്ചു വെച്ചേക്കുന്നത് അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ ഒരു എന്താ പറയണേ, ഒരിക്കലും ഇവിടെ വരണം എല്ലാവരും. എങ്കിലാണ് ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ കേട്ടോ. ഫ്രണ്ട്സ്, ഇതേ ആ കാണുന്ന മലയുടെ മുകളിലാണ് നമുക്കിനി കയറേണ്ടത് കേട്ടോ. അതാണ് മുതുകോരമല. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ മുതുകോരമലയിലേക്കുള്ള യാത്രയിലാണ്. ഏകദേശം ഒരു 6 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങ് അകലെ കണ്ടതാണ് മുതുകോരമല കേട്ടോ. ഫ്രണ്ട്സ്, അടിപൊളി രസമാട്ടോ. ഈ വൈകിട്ടുണ്ടല്ലോ, നമ്മുടെ സൺസെറ്റൊക്കെ കണ്ട് ഈ വെയിലൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോഴൊരു ഇവിടെ ഒരു തണുപ്പും ഒപ്പം ഒരു ചൂടും, ആ ഒരു നടക്കുന്നതുകൊണ്ടുള്ള ആ ഒരു വേർപ്പുണ്ടല്ലോ, ഒരു 2 മിനിറ്റ് നിന്ന് കഴിയുമ്പോൾ നമുക്ക് അതൊരു എന്താ പറയുക, ഒരു നല്ലൊരു AC-യിലൊക്കെ ഒന്നൊരവസ്ഥ, ചെറിയൊരു കാറ്റൊക്കെ വരുമ്പോഴേ.
ഫ്രണ്ട്സ്, കോട വന്നു തുടങ്ങി കേട്ടോ. മച്ചാനെ, കോട വരുന്നേ. ഫ്രണ്ട്സ്, അങ്ങനെയാണ് മുതുകോരമലയുടെ ഏതാണ്ട് അടുത്തെത്താറായിട്ടോ, ടോപ്പിലെത്താറായി. നമ്മളിപ്പോൾ ഒത്തിരി ഉയരത്തിലാട്ടോ. അണച്ചിട്ട് സംസാരിക്കാനൊന്നും വയ്യ. നമ്മുടെ സുഹൃത്തുക്കളെ കണ്ട് താഴേന്ന് വരുന്നുണ്ട് പൊട്ടുപോലെ. മലയുടെ ഏറ്റവും മുകളിലെത്തിയിട്ടോ. ഈ ഒരു ചെറിയൊരു മല കയറുമ്പോൾ ഇത്ര സന്തോഷമാണെങ്കിൽ നമുക്കിപ്പോൾ എവറസ്റ്റൊക്കെ കയറുമ്പോഴുള്ള സന്തോഷം എത്രമാത്രമായിരിക്കും അല്ലേ. ഞങ്ങളുടെ സന്തോഷം ഇത്രയൊക്കെ ഉള്ളൂ. ഇതുപോലെ ഒരു പാറയുടെ മുകളിൽ കയറി ഇതുപോലൊക്കെ ഇച്ചിരി കാറ്റൊക്കെ ഉണ്ട്, താഴെ മഞ്ഞൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഹാപ്പിയാവും. ഒരാഴ്ച പണിയെടുക്കുക, അതിൻ്റെ ആ പൈസയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ പുട്ടടിക്കാതെ നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ 2 കിലോ കപ്പയൊക്കെ മേടിച്ച് ഇച്ചിരി കാന്താരി മുളകോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണക്കമീനൊക്കെ മേടിച്ച് അതിവിടെ ചുട്ടുകൂട്ടി. ഇതൊക്കെ ആട്ടോ നമ്മുടെ സന്തോഷങ്ങൾ. പിന്നെ കുറേ സന്തോഷമുണ്ട്, അതിപ്പോൾ പറയണല്ലോ, 1-ാം തീയതി ആയിപ്പോയില്ലേ. അല്ലെങ്കിൽ കുറേ സന്തോഷം കൂടി ഉണ്ടായിരുന്നു, അത് പങ്കുവെക്കാറുണ്ട്. ഇതാട്ടോ നമ്മുടെ സാറ്, മനോജ് സാറ്, നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെല്ലാവരും മലമുകളിൽ എത്തി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ നേരം നിന്നാൽ ഇരുട്ടാവും. അപ്പോൾ ഇരുട്ട് പരക്കുന്നതിന് മുമ്പ് ഞങ്ങളങ്ങനെ മല ഇറങ്ങുകയാണ് കേട്ടോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഫാം ഹൗസിൽ വന്ന് നമ്മുടെ ഈ മൺവീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ മനോജ് സാറിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ അതിനുവേണ്ട എല്ലാ സഹായങ്ങളും നമ്മുടെ സാറ് നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. ഫസ്റ്റ് ട്രക്ക് കഴിഞ്ഞു. ഫസ്റ്റ് ട്രക്കിംഗ് കഴിഞ്ഞു. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. ഈ കാഴ്ചകൾ കണ്ടിട്ടൊരു പാട്ട് പാടാതിരുന്ന എങ്ങനെയല്ലേ? എന്ത് മനോഹരമായ കാഴ്ചകളാണ് നോക്കിയതെല്ലാം. കാഴ്ചകളുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നാളെ രാവിലെ ഒരു 6 ട്രക്കുണ്ട്. 24 കിലോമീറ്ററാണ് നമുക്ക് നാളെ നടന്നു കയറേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കുറച്ച് ഭക്ഷണം കഴിക്കണ്ടേ, എന്നിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങണ്ടേ. വാ, ഒരു അടിപൊളി ഫുഡ് ഉണ്ടാക്കണേ, കാഴ്ചകൾ നമുക്ക് കണ്ടുവരാം. പെട്ടെന്ന് മധുരക്കിഴങ്ങ് സെറ്റമാണോ? ആ അതല്ലേ, അടിപൊളി. കപ്പയും മധുരക്കിഴങ്ങും ഉണക്കമീനും ചുട്ടെടുത്ത കേക്കാണ്. മധുരക്കിഴങ്ങ് ചുട്ടെടുത്തതും കുട്ടൻ ഉണക്കമീൻ ചുട്ടതും, കൂട്ടത്തിൽ 2 മരച്ചീനികൾ. ഇതല്ലട്ടോ മരച്ചീനി, വേറെ താഴെ ഉണ്ട്. ടെസ്റ്റ് ചെയ്യാനായിട്ട് സാറ് വന്നിട്ടുണ്ട്. മാതിരിമ ടെസ്റ്റ് ചെയ്തോളൂ പ്ലീസ്, കം. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടോ, ഞങ്ങളത് ചെറുങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്തു. ഇത് കണ്ടില്ലേ, ഇത് ശരിക്കും ട്രക്ക് ചെയ്യാൻ വന്നാണോ തിന്നു തീർക്കാൻ വന്നാണോ? അങ്ങനെയൊന്നുമില്ല, ട്രക്ക് ചെയ്യുമ്പോൾ വിശക്കുമല്ലോ, അപ്പൊ തിന്നു തീർക്കണമല്ലോ. ആടാ മോനെ, കണ്ടില്ലേ, നല്ല നാടൻ കള്ളപ്പവും അതുപോലെ തന്നെ നാടൻ കോഴിക്കറി. ഇത് കൂടുതൽ എന്ത് വേണം? അപ്പൊ പിന്നെ ഇനി തണുപ്പ് കൂടെ നോക്കൂലേ, തണുപ്പില്ലാഞ്ഞിട്ട് ഇതാണ് അവസ്ഥ. പ്രിയപ്പെട്ടവരെ,
ഞങ്ങളെല്ലാം നേരത്തെ കിടന്നുറങ്ങാൻ പോവുകയാണ് കേട്ടോ. നാളെ രാവിലെ നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. അതിനാൽ രാവിലെ തന്നെ എഴുന്നേൽക്കണം. അപ്പോൾ ഗുഡ് നൈറ്റ്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ കാഴ്ചകളും ഈ കാഴ്ച വിശേഷങ്ങളും ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ കാഴ്ചകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും അവരിലൂടെ ഈ കാഴ്ചകൾ മറ്റുള്ളവർ കാണുന്നതിനും വേണ്ടിയിട്ട് ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വിശേഷങ്ങളുമായി കാഴ്ചകളുമായി വരുന്നവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റാ.